ഓക്കെ വിദ്യാർത്ഥികളെ, നമ്മൾ പുതിയ ഒരു ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അകാൽ ഓർ ഉസ്കെ ബാദ്. നേരത്തെ നമ്മളെ ഗൂഗിൾ മീറ്റിൽ നമ്മൾ എടുത്തൊരു ചാപ്റ്ററാണ്. കുറേ കുട്ടികൾ അതിൽ ആബ്സെന്റ് ആയിരുന്നു. അപ്പൊ നിങ്ങളോട് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. എഴുതിയ ആള് നാഗാർജുൻ ആണ് ഇത് എഴുതിയ ഓതേഴ്സിനെ നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ കവിതയ്ക്ക് പ്രത്യേകിച്ച് നമുക്ക് അതിന് ഒരുപാട് ഗുണമുണ്ട്. ആ എഴുതിയ ഓതേഴ്സിനെ നമ്മൾ ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അകാൽ ഓർ ഉസ്കെ ബാദ്. അകാൽ എന്നതിന്റെ അർത്ഥം പട്ടിണി എന്നാണ്. ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്നാണ്. ഉസ്കെ ബാദ് പ്ലസ് കെ ബാദ്, അതിനുശേഷം. അപ്പോൾ പട്ടിണിയും അതിനുശേഷവും. പട്ടിണി വന്നാൽ ആ പട്ടിണി ഉണ്ടായ സമയത്തുണ്ടായ പ്രയാസങ്ങളും, ഉസ്കെ ബാദ് എന്ന് പറഞ്ഞാൽ അതിനുശേഷം അവിടെ അവർക്ക് ഉണ്ടായ സുഭിക്ഷാവസ്ഥയെ കുറിച്ചാണ് ഈ പാഠം ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഒന്ന് വായിക്കാം. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास, कई दिनों तक कानी कुतिया सोई उनके पास, कई दिनों तक लगी भीत पर छिपकलियों की गश्त, कई दिनों तक चूहों की भी हालत रही शिकस्त. ഒന്നുകൂടെ. കൈ ദിനോं तक चूल्हा रोया. കൈ ദിനോं तक എന്ന് പറഞ്ഞാൽ കുറെ നാളുകളോളം എന്നർത്ഥം. ചുൽഹ അർത്ഥം അടുപ്പ് എന്നാണ്. അടുപ്പ് എഴുതി വെക്കുന്നുണ്ടല്ലോ അല്ലെ. ചുൽഹ രോയ കരഞ്ഞു. കുറെ നാളുകളായിട്ട് അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചക്കി രഹി ഉദാസ്. ചക്കി മീൻസ് ഗ്രൈൻഡർ എന്ന് പറഞ്ഞാൽ ആട്ടുകല്ല്, അരക്കല്ല് അല്ലേ. നമ്മളെ ദോശക്ക് അരക്കാൻ വേണ്ടി, അരി അരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതിനാണ് ചക്കി എന്ന് പറയുന്നത്. രഹി ഉദാസ്. ഉദാസ് മീൻസ് ദുഃഖ്. അപ്പൊ കുറെ നാളുകളായിട്ട് ആ വീട്ടില് പട്ടിണി, ഗരീബി के कारण, अकाल के कारण उन लोग क्या कर रहे हैं, उनके घर में कुछ भी नहीं है खाना पकाने के लिए, इसलिए वे चूल्हा रो रही है. അവിടുത്തെ അടുപ്പ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉസി പ്രകാർ ചക്കി भी उदास हो रही है. വീണ്ടും പറയാണ് അടുത്ത രണ്ട് വരിയില്. കൈ ദിനോं तक कानी कुतिया सोई उनके पास. കാനി കുത്തിയ മീൻസ് ഒറ്റക്കണ്ണൻ പട്ടിയാണ്. കുത്ത എന്നതിന്റെ സ്ത്രീലിംഗമാണ് കുത്തിയ. കുത്ത എന്നതിന്റെ സ്ത്രീലിംഗമാണ് കുത്തിയ. നായ എന്നതിന് നമ്മൾ സ്ത്രീലിംഗമായിട്ട് അല്ല പറയല്ലോ. ആൺനായ, പെണ്ണായ, ആൺപട്ടി, പെൺപട്ടി ഇതൊക്കെ പറയല്ലോ. അതന്നെ കുത്തിയ. കാനി കുത്തിയ സോയി ഉൻകെ പാസ്. സോയി എന്ന് പറഞ്ഞാൽ ഉറങ്ങിയാണ്. ഉൻകെ പാസ് അവയുടെ അടുത്ത്. ഇവയുടെ ചക്കി ഓർ ചുൽഹെ കെ പാസ് യേ കാനി കുത്തിയ ഭി സോ രഹി ഹൈ. ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാ ഉറങ്ങാൻ കാരണം? വോ ഭി ഭൂഖ് മേ ഹൈ, അതും പട്ടിണിയിലാണ്. മറ്റൊന്ന് രസോയി ഘർ മേ കൊയ് ഭി ആ രഹി ഹൈ ഖാനാ പക്കാനെ കെ ലിയെ. ഭക്ഷണം പാകം ചെയ്യാൻ അടുക്കളയിലേക്ക് ആരും വരുന്നില്ല. ഇസ്ലിയെ വോ ആരാം സേ സോ രഹി ഹൈ. വോ കാനി കുത്തിയ ആരാം സേ തന്നെ വളരെ സ്വസ്ഥമായിട്ട് അത് അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൈ ദിനോं तक लगी भीत पर छिपकलियों की गश्त. എന്നിട്ട് പറയാണ് വീണ്ടും കുറെ നാളുകളായിട്ട്. ഭീത്ത് പർ, ഭീത്ത് ഭിത്തി, ചുമര്, ഭീത്ത് ഭിത്തി, ചുമര്, ദീവാർ. छिपकलियों की गश्त लगी है. छिपकലി പല്ലി. ഗസ്ത് അർത്ഥം ഓട്ടം. ഗസ്ത് ലഗി എന്ന് പറഞ്ഞാൽ ഓട്ടം തുടങ്ങി എന്നാണ്. ഗസ്ത് ലഗി രഹി ഹെ, ഓട്ടം തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും പല്ലികളുടെ ഓട്ടം തുടങ്ങിയത്? ആ വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട്. ആ പട്ടിണിക്ക് ചോറോ ചപ്പാത്തിയോ മീൻകറിയൊക്കെ ആണോ പല്ലികളിൽ നിന്ന്? അല്ല. പിന്നെ എന്താ കാരണം? കാരണം എന്താ ചോദിച്ചാൽ ആ വീട്ടിൽ പട്ടിണിയുടെ ദാരിദ്ര്യത്തെ കുറിച്ച് വ്യക്തമാക്കാനാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. गरीबी की गहराई को व्यक्त करने के लिए, बयान करने के लिए कवि यहाँ इस प्रकार सूचित किया है. എന്തായിരിക്കും? ആ വീട്ടിൽ വിളക്ക് കത്തണം. വിളക്ക് കത്തിയെങ്കിൽ മാത്രമേ ആര് വരുള്ളൂ? പ്രാണികൾ വരുള്ളൂ, പുറത്തുനിന്ന് വരുള്ളൂ. പ്രാണികൾ വരണമെങ്കിൽ വിളക്ക് കത്തണമെങ്കിൽ എന്ത് വേണം? വിളക്കിൽ എണ്ണ ഒഴിക്കണം. അതിന് എണ്ണയ്ക്ക് പറഞ്ഞ വാക്ക് തേൽ എന്നാണ്. അപ്പൊ ഉസ് घर में चिराग जलाने के लिए तेल भी नहीं थी, इसलिए कोई प्राणियां घर के बाहर से अंदर नहीं आती. ഒരു പ്രാണികൾ പോലും അകത്ത് വന്നില്ല. इसलिए वो छिपकलियां भूख में है, गरीबी में है, इसलिए वो भीत के अंदर, दीवार के अंदर इधर उधर घूम रहे हैं. इधर उधर ഗസ്റ്റ് ഘൂമന, റോമി അല്ലേ, കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
കൈ ദിനോ തക് ചൂഹേ കി ബി ഹാലത്ത് രഹി ശിക്കസ്. കുറെ നാളുകളായിട്ട് എലികളുടെ അവസ്ഥയും വളരെ വളരെ പരിതാപകരം തന്നെയാണ്. ശിക്കസ്ത് മീൻസ് പരാജയം എന്നാണ്. എഴുതി വെക്കണേ, ഹാലത്ത് അവസ്ഥ. അപ്പൊ കുറെ നാളുകളായിട്ട് എലികളുടെ അവസ്ഥയും പരാജയമാണ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാ പരാജയം എന്ന് പറയാനുള്ള കാരണങ്ങൾ ചോദിക്കാം. എലികൾ എങ്ങനെയാ വരാ? നമ്മളൊക്കെ വീടുകളിൽ എലികളെല്ലാം എങ്ങനെയായിരിക്കും? ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. വാതിലൊക്കെ നമ്മൾ അടച്ചിട്ടുണ്ടാകും. അവർ വലിയ വലിയ കല്ലും മുട്ടിയൊക്കെ മാറ്റി റെഡിയാക്കി ഓരോരോ ഹോൾ ഉണ്ടാക്കി അല്ലേ, അതിനുള്ള കൂടെ അങ്ങനെ കഠിൻ പരിശ്രम के बाद वो हमारे रसोई घर में वो अंदर आता है അല്ലേ, വരുന്നു. പക്ഷേ അത്രയും മെഹനത്ത് ചെയ്തിട്ട് കഠിൻ പരിശ്രമം करके उसकी हालत भी पराजय हो जाता है. അതിന്റെ ഹാലത്ത്, അവന്റെ അവസ്ഥ, അവന്റെ ശ്രമങ്ങളൊക്കെ എന്തായി പോകുന്നു? അത് പരാജയപ്പെട്ടു പോകുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ 4 പോയിന്റ് അവിടെ പറഞ്ഞു. ആ 4 പോയിന്റ് വിശദീകരിക്കാനാണ് പേജ് നമ്പർ 53 നോക്കി അടുത്ത പേജിൽ കണ്ടോ, അക്കാൽ എന്നൊരു കോളം കൊടുത്തിട്ടില്ലേ, അവിടെ ചുൽഹേക്ക രോന 4 പോയിന്റ് ആണ്. പട്ടിണിക്ക് കവി ഈ ഫസ്റ്റ് പാരഗ്രാഫ് 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട്, ചുൽഹേക്ക രോന. കണ്ടോ, ചുൽഹേക്ക രോന. രണ്ടാമത്തെ എന്തായിരിക്കും? ചക്കീക്ക ഉദാസ് രഹിന എന്നാണ്. ചക്കീക്ക ഉദാസ് രഹിന. 3 വീത്ത് പർ ചിപ്കലിയോം കാ ഗസ്ത് ലഗിന. വീത്ത് പർ ചിപ്കലിയോം കാ ഗസ്ത് ലഗിന. മൂന്നാമത്തെ വരിയിലുണ്ട് പദങ്ങളൊക്കെ. ഒന്ന് ഒരു വെർബാക്കിയിട്ട് എഴുതി വെച്ചാൽ മതി. നാലാമത്തത് എന്താ? നാലാമത്തത് യെസ്, ചൂഹോം കാ ഷിക്കസ്ത് ഹാലത്ത് വാലെ ചൂഹെ എന്നാണ് എഴുതേണ്ടത്. ഷിക്കസ്ത് ഹാലത്ത് വാലെ ചൂഹെ, പരാജയപ്പെട്ട അവസ്ഥയിലുള്ള എലികൾ. ഈ 4 പോയിന്റ് കിട്ടാൻ നമുക്ക് അതിനെ എന്താക്കിയെടുക്കാം? ഒരു ആസ്വാദനിപ്പണി എഴുതാൻ വളരെ ഈസിയാണ് നമുക്ക്. ശരി, അതിലെന്തെങ്കിലും വാക്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇല്ല. രോയ, ഒന്നാമത്തെ വരിയിൽ രോയ കരഞ്ഞു. ചുൽഹ അടുപ്പ്. കൈ ദിനോത്തക്ക് എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് എന്നാണ്. ചക്കി അരക്കൽ. ഉദാസ് ദുഃഖം. വീണ്ടും കാനി കുത്തിയ ഒറ്റക്കണ്ണൻ, ഡോഗ് നായ. സോയി എന്ന് പറഞ്ഞാൽ ഉറങ്ങി. ഉൻകെ പാസ് അവയുടെ അടുത്ത്. കൈ ദിനോന്തക്ക് ലഗി എന്ന് പറഞ്ഞാൽ തുടങ്ങി. ബീത്ത് ചുമര്. ചിപ്കലി പല്ലി. ചിപ്കലി പല്ലികൾ. ഗസ്ത് ഓട്ടം. ചൂഹോം കി ബി ചൂഹ എലി. ഹാലത്ത് അവസ്ഥ. ഷിക്കസ്ത് പരാജയം. ഓക്കെ, അടുത്ത വരി. दाने आए घर के अंदर कई दिनों के बाद. धुआं उड़ा आंगन से ऊपर कई दिनों के बाद. चमक उड़ी घर भर की आगे कई दिनों के बाद. कौवे ने कुचलाई पांगे कई दिनों के बाद. दाने आए. दाने എന്ന് പറഞ്ഞാൽ ധാന്യം എന്നാണ്. ഗ്രെയിൻ, അനാജ് മറ്റൊരു പദമാണ് അനാജ്, ധാന്യം. വന്നു. ഘർക്കെ അന്തർ, വീടിനുള്ളിലോട്ട്. കൈ ദിനോക്കെ ബാദ്, കുറെ നാളുകൾക്ക് ശേഷം ആ വീട്ടിൽ എന്ത് വന്നു? ധാന്യം വന്നു എന്ന് പറഞ്ഞാൽ അവര് ഗരീബിസെ ബച്ച് ഗയെ എന്നാ വരിന്റെ അർത്ഥം. അവര് ഗരീബിയിൽ നിന്ന് അകാൽ സെ ബച്ച് ഗയെ. അകാൽ സെ ബച്ച് ഗയെ. ബച്ചിന എന്ന് പറഞ്ഞ അർത്ഥം രക്ഷപ്പെടുക എന്നാണ്. അകാൽ സെ ബച്ച് ഗയെ. അവർ പട്ടിണിയിൽ നിന്ന് അകാൽ സെ ബച്ച് ഗയെ. ബച്ച് ഗയെ, പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ വാക്കാണ് ഓർത്ത് വെക്കണം നിങ്ങൾ. ഒരു പട്ടിണിയിൽ നിന്ന് അകാൽ സെ ബച്ച് ഗയെ ഹെ, അവര് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. പിന്നെയോ ദുആ ഉടാ. ദുആ പുക. ഉടാ ഉയർന്നു. അങ്കൻ സെ ഉപ്പർ, അങ്കൻ മുറ്റം, മുറ്റത്തിലൂടെ പുറത്തോട്ട്. കൈ ദിനോ കെ ബാദ്, കുറെ നാളുകൾക്ക് ശേഷം. കുറെ നാളുകൾ അവർ പട്ടിണിയിലായിരുന്നു എന്നാ പറഞ്ഞു. ചമക്കൂടി ഘർ ബർക്കി ആങ്കെ, അങ്ങനെ മിന്നിത്തിളങ്ങി. എല്ലാവരെ ഘർ ബർക്കി ആങ്കെ, വീട്ടിലെ എല്ലാവരുടെയും ആങ്കെ കണ്ണുകൾ. വീട്ടിലെ ആളുകൾ മാത്രമല്ല, മനുഷ്യന്മാരെ മാത്രമല്ല, പിന്നെയോ ആ പല്ലികളുടെയും എലികളുടെയും കാനികുത്തിയന്റെയും അതേപോലെ ചക്കിയുടെയും ചുൽഹന്റെ ഒക്കെ തന്നെ ആങ്കേയും കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ചരാചരങ്ങളുടെ അവസ്ഥ വരെ സന്തോഷപരമായി മാറുന്നു എന്നാ പറഞ്ഞല്ലേ. ഇല്ലെങ്കിൽ അവർക്ക് എന്താ, അത് വർക്ക് ചെയ്യാതിരുന്നാൽ എന്തായി പോകും? നശിച്ചു പോകുന്നില്ലായിരിക്കും. ഓരോന്നും അങ്ങനെ തന്നെയാണോ? ആ ഒരു അവസ്ഥ ഇല്ലാതെ ആയി. കുറെ നാളുകൾ അവർ കഷ്ടപ്പാടില് ഉണ്ടെങ്കിൽ ഇതേ നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണ കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ നാട്ടില് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോ മനുഷ്യന്മാരെ ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. അപ്പം ഇത് ഏതൊക്കെ തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് എന്നാണ്
ഒരു പട്ടിണി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് ഒരു സൊസൈറ്റിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിൽ അത് ഏതൊക്കെ ആളുകളെ ബാധിക്കുമെന്നാണ് പറയുന്നത്. चमक उड़ी घर भर की आगे कई दिनों के बाद कौवे ने कुचलाई पांगे. कौവ കാക്ക, കുചലായി ചൊറിഞ്ഞു, പാങ്കെ ചിറകുകൾ, കൈ ദിനോക്കെ ബാദ് കാക്കകൾ തങ്ങളുടെ ചിറകുകൾ ചൊറിഞ്ഞു കുറെ നാളുകൾക്ക് ശേഷം. എന്താണ് കാക്ക ചിറക് ചൊറിഞ്ഞു നീ ഒരു പാടത്ത് കൊണ്ടുപോയി കൊടുത്തത് അല്ലേ? നമ്മൾ വിചാരിക്കും അങ്ങനെ എന്താണെന്നല്ലേ. കാക്കകളെ നിങ്ങൾ കണ്ടു കാണും അല്ലേ? കാക്കകൾ പലപ്പോഴും നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ കാക്കക്ക് ഇത് വളരെ നേരത്തെ അറിവ് കിട്ടും അല്ലേ? അതുകൊണ്ട് അവരൊന്ന് കാവൽ നിൽക്കും. ചിലപ്പോൾ ഇറച്ചി മുറിക്കുമ്പോൾ മീൻ കട്ട് ചെയ്യുമ്പോൾ ഒക്കെ തന്നെ കാണാൻ പറ്റും നമ്മൾ കാക്കകൾ വന്നിട്ട് യാതൊരു ശബ്ദ കോലാഹലം ഇല്ലാതെ സൈലന്റ് ആയിട്ട് അവരിങ്ങനെ ലോങ് ടൈം, ലോങ് പീരീഡ് ദേ വർ വെയിറ്റിംഗ് അല്ലേ? ദേ ആർ വെയിറ്റിംഗ് ഫോർ ദി വേസ്റ്റ് അല്ലേ? വേസ്റ്റിന് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സമയത്ത് അവർ കാക്കകൾ അപ്പനി ചോഞ്ചോൻസേ പാങ്കെ കുചലാത്തെ രഹത്തെ തങ്ങളെ ചുണ്ടുകൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, തങ്ങളുടെ ചിറകുകൾ ചൊറിയാം. അത് അവരുടെ ഒരു പ്രതീക്ഷയുടെ ഇരുത്താണ് അല്ലേ? അവർ വല്ലതും കിട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അല്ലേ? നമ്മളിപ്പോ പായസമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചൂടാറുന്ന വരെ നമ്മൾ കാത്തിരിക്കും അല്ലേ? എന്തിന്? എങ്കിലേ കുടിക്കാൻ പറ്റുള്ളൂ. ഇതേപോലെ കാക്കയും കാത്തിരിക്കുകയാണെന്നുള്ളത്. അവിടെയാണ് കാക്കകൾ ചിറക് ചൊറിയുന്നു എന്ന് പറയേണ്ട അർത്ഥം. എന്ന് പറഞ്ഞാൽ അത്രയും സമാധാനം ആ വീട്ടിൽ വന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. दाने आए घर के अंदर कई दिनों के बाद धुआं उड़ा घर आंगन से ऊपर कई दिनों के बाद चमक उड़े घर भर की आगे कई दिनों के बाद कौवे ने कुचलाई पांगे कई दिनों के बाद. അടുത്ത പേജ് നോക്കിയാൽ നിങ്ങൾ 54-ാമത്തെ പേജിൽ കണ്ടോ? അക്കാൽ കെ ബാദ് എന്ന് അവിടെ കാണും. കണ്ടില്ലേ? അക്കാൽ കെ ബാദ് അവിടെ ഒന്നാണ് കൊടുത്തിട്ടുണ്ട്. घर के अंदर दाने का आना. കണ്ടോ? വീടിന്റെ അകത്തൂടെ ധാന്യം വരിക എന്നാണ് ഒന്നാമത്തെ കൊടുത്തത്. ധാന്യം വരിക എന്നാണ്. രണ്ടാമത്തെ എന്താ നമ്മൾ കൊടുക്കുക നോക്ക അവിടെ? ആംഗൻ സെ ഊപ്പർ ദുആ ഉഡ്ന എന്നാ കൊടുക്കുന്നത്. ആംഗൻ സെ ഊപ്പർ ദുആ കാ ഉഡ്ന. യെസ്. മൂന്നാമത്തത് എന്താ? ഘർ ഭർ കി ആംഗെ ചമക് ഉഡ്ന. ഘർ ഭർ കി ആംഗെ ചമക് ഉഡ്ന. 4 कौवे अपनी पांगे कुचलाना. कौवे अपनी पांगे कुचलाना. ഈ 4 പോയിന്റാണ് അവിടെ കൊടുക്കേണ്ടത്. അത് 4ഉം ഇപ്പുറത്തെ 4ഉം നിങ്ങൾ പഠിച്ചു വെച്ചാൽ ഈ പാഠം നിങ്ങൾ പഠിച്ചു എന്നാ പറഞ്ഞതിനർത്ഥം. യെസ്. ഇനി പേജ് നമ്പർ 53 ഏറ്റവും മുകളിൽ നോക്കിയേ. കൈ ദിനോं तक चूल्हा रोया चक्की रही उदास कई दिनों तक कानी कुतियां सोई उनके पास. ഇവിടെ ചോദിക്കാം चूल्हे का रोना और चक्की का उदास होना इसका मतलब क्या है? ഇതിന്റെ മത്ലബ് എന്താണ് ചോദിച്ചത്. എന്താണ്? इसका मतलब क्या है? എന്താ? അടുപ്പ് കരയുക, ചക്കി ദുഃഖിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അർത്ഥം എന്താ? ഉസ് ഘർ में गरीबी है. ആ വീട്ടില് ഗരീബിയാണ്. खाना पकाने के लिए कुछ भी लोग वहां आता नहीं. ഒരാൾ പോലും कुछ भी लोग ഒരു മനുഷ്യൻ പോലും ആ അടുക്കളയിലോട്ട് വരുന്നില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഇവരെന്താകുന്നത്? ഇവര് ദുഃഖിക്കാനുള്ള കാരണം. അതാണ് നമ്മൾ എഴുതേണ്ട ഉത്തരം. രണ്ടാമത്തെ കൈ ദിനോं तक लगी बीत पर चिपकलियों की गश्त कई दिनों तक चूहों की भी हालत रही शिकस्त. ചോദിക്കുകയാണ് ये पंक्तियां किस हालत की ओर इशारा करती है? ഈ കവിതയില് ഈ ഒരു വരികൾ എന്തിനെയാണ് ഇഷാര കർണ എന്നാണ് സൂചന നൽകുക, ചൂണ്ടുക, ഇൻഡിക്കേറ്റ് എന്നാണ്. എന്തിനെ കുറിച്ചാണ്? അത് സൂചിപ്പിക്കുന്നത് ഗരീബി കി ഗഹരായി കി ഓർ എന്നാണ്. അവിടെ കിസ് എന്ന് കണ്ടില്ലേ? കിസ് അവിടെ അണ്ടർലൈൻ ചെയ്യാം. അവിടെ എഴുതേണ്ടത് ये पंक्तियां गरीबी की गहराई, ബാക്കി അവിടെ ഉണ്ട്, की और इशारा करती है. ओके. 3 दाने आए घर के अंदर कई दिनों के बाद दुआ उड़ा आंगन से ऊपर कई दिनों के बाद. इन पंक्तियों से कवि क्या कहना चाहता है? ഈ വരികളിൽ കവി എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത്? वे लोग गरीबी से बच गए अकाल से बच गए. ബോർഡിൽ നേരത്തെ എഴുതിയാണ് അകാൽ സേ ബച്ച് ഗേ എന്നാ പറയുന്നത്. ഈ ലോഗ് ഇവര് അകാലിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് പറയേണ്ടത്. ആ 3 ചോദ്യവും ഈ പദ്യമാണ് നമ്മൾ ഇതിൽ പഠിക്കാനുള്ളത്. പിന്നെ ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് ഇതിന്റെ ഒരു സാരാംശം എഴുതാനുണ്ടാവും. അതിന് ആസ്വാദൻ ടിപ്പണി എന്ന് പറയും, സാരാംശ ലിഖോ എന്നും പറയും. ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തുണ്ടായിരിക്കണം? 3 പാരഗ്രാഫ് ആണ് എഴുതേണ്ടത്. എപ്പോഴും ഒരു ഫുൾ പേജ് നമ്മൾ ആസ്വാദൻ ടിപ്പണി എഴുതുമ്പോൾ എഴുതിയിരിക്കണം. നിർബന്ധമാണ് 3 പാരഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ പേജ്. 4 മാർക്ക് കിട്ടണമെങ്കിൽ ഒരു ഫുൾ പേജ് നമ്മൾ എഴുതിയിരിക്കണം. ഫുൾ പേജ് എഴുതാൻ വളരെ എളുപ്പമാണ്. 3 പാരഗ്രാഫ് എഴുതിയാൽ മതി. 3 പാരഗ്രാഫ്.
ഒന്നാമത്തെ പാരഗ്രാഫ് എഴുതേണ്ടത് ഈ പദ്യം നമ്മൾ തന്നിട്ടുള്ള ഈ പദ്യം അകാൽ ഓർ ഉസ്കെ ബാദ് എന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അകാൽ ഓർ ഉസ്കെ ബാദ് യഹ് പദ്യഭാഗ് തുടങ്ങേണ്ട അങ്ങനെയാ. യഹ് പദ്യഭാഗ് ഈ പദ്യഭാഗം അകാൽ ഓർ ഉസ്കെ ബാദ് കവിത സേ ലിയാ ഗയാ ഹൈ. ലിയാ ഗയാ ഹൈ എന്ന വാക്കാ നമ്മൾ കഴിഞ്ഞ പഠിച്ചിട്ടുള്ള വാക്ക്. ലിയാ ഗയാ ഹൈ എടുത്തിട്ടുള്ളതാണ്. ഏത് പദ്യഭാഗ് യഹ് പദ്യഭാഗ് അകാൽ और उसके बाद नामक कविता से लिया गया है. फर्स्ट सेंटेंस കഴിഞ്ഞു. കവിത നാഗാർജുൻ ने लिखा गया है. അടുത്തത് लिखा गया എഴുതിയിട്ടുള്ളത്. लिखा गया है. രണ്ടാം സെന്റൻസ് എഴുതിയിട്ടുള്ളതാണ്. മൂന്നാമത്തേത് കവി इस कविता में अकाल के बारे में कहता है. കവി ഈ കവിതയിൽ അകാലിനെ കുറിച്ചാണ് പറയുന്നത്. अकाल के बारे में कहता है. മൂന്നാമത്തെ വരി കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പദ്യത്തിലേക്ക് വരിക. പദ്യത്തിന് നമുക്ക് തന്നിട്ടില്ല 4 വരിയെ തരുള്ളൂ. 4 തരൂ, നമ്മൾ ബേജാറാവണ്ടില്ല. 4 വരിയെ തരും. ആ 4 വരി നമ്മൾ എഴുതേണ്ടത് ആ വരിന്റെ ഓരോന്നിന്റെ അർത്ഥം ആക്കിയത് എന്താണ്? ചുൽഹാ രോയ കൈ ദിനോ തക് ചുൽഹാ രോയ ചക്കി രഹി ഉദാസ്. എന്താ അതിന്റെ അർത്ഥം? എങ്ങനെ എഴുതല്? കവി കവിതാ ഹൈ പറയാൻ തുടങ്ങേണ്ടത് അങ്ങനെയാണ്. രണ്ടാമത്തെ വരി പാരഗ്രാഫ് തുടങ്ങേണ്ടത് കവി കവിതാ ഹൈ കി. കവി പറയുന്നു എന്തെന്നാൽ कई दिनों से अकाल के कारण चक्की रो रही है, चक्की उदास हो रही है और चूल्हा रो रही है. കഴിഞ്ഞു. ഒന്നാമത്തെ വരി കഴിഞ്ഞു. രണ്ടാമത്തെ വരിയിൽ എഴുതേണ്ടത് അതാ इसलिए कानी कुतिया उन दोनों के पास रो रही है. ശരിയല്ലേ? ഓക്കെ. മൂന്നാമത്തെ വരി इसलिए अकाल के कारण उस घर के भीतर छिपकलियां इधर उधर घूम रही है. लास्ट चूहे भी शिकस्त होकर पराजय होकर वो उसकी हालत पराजय होकर वो चल रहे हैं. അതും അതിന്റെ അവസ്ഥ പരാജയപ്പെട്ടിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ये सब अकाल के लिए और अकाल का वर्णन करने के लिए പട്ടിണിയെ വർണ്ണിക്കുന്നതിന് വേണ്ടി अकाल की गहराई को व्यक्त करने के लिए कवि यहाँ प्रकट किया है. कवि ഇവിടെ ഉദാഹരിച്ചിരിക്കുകയാണ്. ഉദാഹരണം किया है. ഇതാണ്. ഇനി മൂന്നാമത്തെ പാരഗ്രാഫിൽ വീണ്ടും നമ്മൾ എഴുതുകയാണെന്ത്? नागार्जुन ने लिखा गया अकाल और उसके बाद नामक कविता बहुत सुंदर कविता है. इस कविता में कवि अकाल के बारे में वर्णन किया है. ये बहुत अच्छी कविता है. तो ആർക്കും എഴുതാൻ പറ്റില്ല. ഇത് എഴുതിയാൽ 3 പാരഗ്രാഫായി. അവൻ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ മുമ്പൊന്ന് എഴുതണം. എത്ര പ്രാവശ്യം എഴുതണം? ഒരു 2-3 തവണ നമ്മൾ ന്യൂസ് പ്രിന്റ് പേപ്പറിൽ നമ്മൾ എഴുതിയത് ശീലിക്കണം. എന്നാ എന്തായി? ഈ 4 മാർക്ക് നമുക്ക് റെഡി. പിന്നെ അവിടെ അങ്ങോട്ട് നോക്കിയാൽ മതി. ഇതെന്തായാലും വരുന്നൊരു പദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ശരിക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ആസ്വാദിപ്പണി എഴുതേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കുന്ന പണിയാണ്. അതോടുകൂടി ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ഠാക്കൂർ കാ കുആ എന്ന് പറഞ്ഞ പാടാണ് നമുക്ക് അടുത്ത്. പ്രേംചന്ദിന്റെ വളരെ രസകരമായ ഇന്നത്തെ അൺടച്ചബിലിറ്റി അല്ലേ, തൊട്ടുകൂടായ്മക്കെതിരല്ല ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിനെക്കുറിച്ചാണ് ഈ പാഠം നമുക്ക് പറഞ്ഞു തരുന്നത്. പ്രേംചന്ദ് അതിനുവേണ്ടി ഒരുപാട് തൻ്റെ തൂലിക ചലിപ്പിച്ച വ്യക്തിയാണ് പ്രേംചന്ദ്. ഓക്കെ, ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.